തിണ്ണമെടുക്കുക കാണിക്കുന്ന തിണ്ണൻ, അതാണ് കണ്ണപ്പൻ. ഇവൻ കഥാനായകൻ. മലങ്കൾട്ടിന് മേലെ ഇന്ന് അശ്വന്ത് കോക്കന് ആഘോഷരാവ് എന്നെ പറയാതിരിക്കാൻ വയ്യ. അശ്വന്ത് കോക്കന് നല്ല പണി പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിയുമ്പോ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ. ദൂരദർശനിലേക്കൊരു വാഗ്ദാനം, ദൂരദർശനിലേക്കൊരു വാഗ്ദാനം. എന്താ നന്നായിട്ടുണ്ട്. ഉണ്ണാഖനായിട്ടുള്ളൊരു നായകൻ, ഒരു കഥാപാത്രം, പറഞ്ഞ മൊണ്ണപ്പ, അതാണ് ഇതില് വിഷ്ണു മഞ്ചു. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറക്കിയോ? പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ്, ഇതിന്റെ പേരല്ല. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. ഒന്തോൾക്ക് ദോടിയുള്ള ഇருக்கு, ലാട്ടം പിന്നെ ഫുൾ ടൈം താടിയാണല്ലോ കുറെ കാലമായിട്ട്. ഒന്തോൾക്ക് ദോടിയുള്ള ഇருக்கு, എന്താ ദാടിയുള്ള. എന്താണ് ഷേവ് ചെയ്യാത്തത്? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്, കാണണോ? വേണ്ട വേണ്ട. ഈ മനോജ മഞ്ജു കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ. മിക്കവാറും ഈ പടത്തോടു കൂടി മോഹൻ ബാബു ഈ വിഷ്ണു മഞ്ജുവിനെ കൂടെ ചവിട്ടി പുറത്താക്കും. അങ്ങനെയല്ല, ശരിക്കും കുനിഞ്ഞോളൂ, ഭൂമിയെ തൊട്ട് വണങ്ങിക്കോളൂ. ഓ ധാരാളം. പക്ഷേ കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം. സമാധാനമില്ല. തിന്നോ 916 മലങ്കൾട്ടാണ്. അതായത് നിങ്ങൾ നോർമലായിട്ട് പോയിട്ട് കാണാം, നടൻ അടിച്ചിട്ടും കാണാം. ഇത് AI-യിലാണ് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കുറേ ഇൻസ്റ്റയിലും മറ്റേ ഇതിലൊക്കെ വരുന്നില്ലേ കുറേ വീഡിയോസ്, അതുപോലത്തെ ഒരു വീഡിയോ. അദ്ദേഹത്തിന്റെ പരമാണ്. ആരാണത്? മലയാളത്തിന്റെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? വാണമടിയിൽ നിനക്കെന്നെ ജയിക്കാൻ, വാണമടിയല്ല, വാണം കൊണ്ട് നിനക്കെന്നെ ജയിക്കാനാവില്ല. അതായത് അടിപൊളി. എങ്ങനെ ചെയ്തു? It's nothing but practice. അത്രേ ഉള്ളൂ ലാലേട്ടൻ, പിന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ ലാലേട്ടനെ കാണണം എന്ന് ഡൈഹാർഡ് ഫാൻസിന് ഉണ്ടെങ്കിൽ 1.5 മണിക്കൂറിന് കുറച്ച് മുമ്പ്, അരമണിക്കൂർ മുമ്പ് കയറി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പരിപാടി കാണും. സിനിമ തിയേറ്ററിലേക്ക് ഈ നേരത്തെ സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് തേർഡ് ഷോ. അതും ശരിയാണല്ലോ, അത് പറയണ്ടേ. എന്നാ പിന്നെ എങ്ങനെയാട്ടെ, നടക്കണം.